നമ്മുടെ മന്ത്രി നടനുമായ സുരേഷ് ഗോപി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ഒരു 22 സിനിമകളുടെ കാര്യം പറഞ്ഞുവല്ലോ. അതായത് തനിക്ക് മന്ത്രിപ്പണിയേക്കാൾ കൂടുതൽ ഇഷ്ടം സിനിമയിൽ അഭിനയിക്കുന്നതാണെന്നും സിനിമയിൽ അഭിനയിക്കാതിരുന്നാൽ താൻ ചത്തുപോകുമെന്നും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരിൽ ആരോ ഒരാൾ ഇനി എത്ര സിനിമകൾ പൂർത്തിയാക്കാനുണ്ട് എന്ന് ചോദിച്ചിരുന്നു. അതിന് ഉത്തരമായി സുരേഷ് ഗോപി പറഞ്ഞത് 22 സിനിമകളെന്നാണ്. മാത്രമല്ല, അതിനനുബന്ധമായി ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോഴുള്ള കാര്യവും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതായത് തനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് അമിത്ഷായോട് പറഞ്ഞപ്പോൾ എത്ര സിനിമകളുണ്ടെന്ന് അദ്ദേഹം ചോദിക്കുകയും 22 സിനിമകളുണ്ടെന്ന് താൻ പറയുകയും ചെയ്തു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ ഞാൻ നൽകിയ പേപ്പർ കെട്ടുകൾ അദ്ദേഹം എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിട്ടു എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സിനിമയിൽ അഭിനയിക്കാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും ഒരുപക്ഷെ അതിൻ്റെ പേരിൽ മന്ത്രിപ്പണി പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് ഞാൻ തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി അനുബന്ധമായി പറയുകയും ചെയ്തു. അതോടെയാണ് സുരേഷ് ഗോപിയുടെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തിന് ചില പ്രതിസന്ധികൾ ഉടലെടുത്തത്. അതായത് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന സമയത്ത് സിനിമ അഭിനയം നടക്കില്ല എന്നാണ് കേന്ദ്ര നേതൃത്വവും പറയുന്നത്. സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിച്ചേ മതിയാവുകയുള്ളൂ എങ്കിൽ മന്ത്രിസ്ഥാനം പിൻവലിക്കാം എന്നുള്ള സൂചനകളാണ് അതിലുള്ളത്. അന്ന് സൂചനകൾ മാത്രമായിരുന്നില്ല, സുരേഷ് ഗോപിക്ക് പകരം മറ്റൊരു മന്ത്രി ഡൽഹിയിൽ എത്തുമെന്നുള്ള വിവരങ്ങളും ആ സമയത്ത് പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ സുരേഷ് ഗോപി ഒറ്റക്കൊമ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വളർത്തിയിരുന്ന താടി കളയുകയും ചെയ്തിരിക്കുന്നു. മന്ത്രിപ്പണിയിൽ തുടർന്നുകൊണ്ട് സിനിമ അഭിനയം അനുവദിക്കില്ലെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ 22 സിനിമകളുടെ കാര്യമോ? 22 സിനിമകളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. അതായത് 22 സിനിമകളുടെ കാര്യത്തിൽ തമാശ പറഞ്ഞതല്ല, അതൊരു പ്രശ്നം തന്നെയാണ്. നേരത്തെയും സുരേഷ് ഗോപി പാർലമെൻറ്റിലെത്തിയിരുന്നു. രാജ്യസഭാ MP ആയി. ഒരു രാജ്യസഭാ MPയുടെ കാലാവധി 6 വർഷമാണ്. ഇപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം വീണ്ടും പാർലമെൻറ്റിലെത്തിയിരിക്കുന്നു. ലോക്സഭാ MP ആയി. ഒരു ലോക്സഭാ MPയുടെ കാലാവധി 6 അല്ല 5 വർഷമാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി ആവുകയും ചെയ്തു. അതുവരെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം 5 മാസത്തിൽ കൂടുതലായി. ശരി പോട്ടെ, 6 മാസം എന്ന് കൂട്ടാം. അപ്പോഴാണ് സുരേഷ് ഗോപിക്ക് പെട്ടെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നത് സിനിമയിൽ അഭിനയിക്കണം. കാരണം വരുമാനമാണല്ലോ പ്രധാനം. ഒരു സിനിമാ നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപി ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ ശരാശരി വാങ്ങിക്കൊണ്ടിരുന്നത് 5 കോടിയാണ്. ഗരുഡൻ എന്ന സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം പ്രതിഫലം വർദ്ധിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. അതിനുശേഷം വീണ്ടും വർദ്ധിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും സിനിമയിൽ നിന്നും നല്ലൊരു വരുമാനം സുരേഷ് ഗോപിക്ക് വരുന്നുണ്ട്. എന്നാൽ കേന്ദ്രമന്ത്രിയായി തുടർന്നാൽ ആ വരുമാനമുണ്ടോ? ഒരിക്കലുമില്ല. ശമ്പളവും അലവൻസും എല്ലാം കൂടി ചേർത്ത് ഒരു മാസം ഏകദേശം 3 ലക്ഷം രൂപ ശരാശരി സുരേഷ് ഗോപിക്ക് ലഭിക്കും. എന്നാൽ ഉത്തരവാദിത്തങ്ങളോ ആവശ്യത്തിലേറെയുണ്ട്. ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഓരോ മന്ത്രിമാരുടെയും ഒരു ദിവസം കടന്നു പോകുന്നത്. മന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല. ഇനി എത്ര വലിയവനായാലും അതുതന്നെയാണ് നിയമം. എന്നാൽ ഒരുപക്ഷെ അഭിനയിക്കാൻ കഴിയുമായിരുന്നെങ്കിലോ? മന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ അനുവാദമുണ്ടായിരുന്നു എങ്കിലും ഒരിക്കലും സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല. കാരണം വേറൊന്നുമല്ല, മന്ത്രിയായി സജീവമായി തുടരുന്നതിനിടയിൽ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അത്യാവശ്യമാണെങ്കിൽ അഭിനയിക്കാൻ അതിനായി സമയം കണ്ടെത്തണം. ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ പരിഗണന നൽകേണ്ടത് മന്ത്രിസ്ഥാനത്തിന് തന്നെയാണ്. കാരണം ഇത്രയും ലക്ഷം ആളുകൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ഒരാളെ ജയിപ്പിച്ച് MP ആക്കി മന്ത്രിയാക്കിയതാണ്. അങ്ങനെ വരുമ്പോൾ ജനങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവേണ്ടത് സ്വാഭാവികമാണ്. ജനങ്ങളുടെ കാര്യത്തിലായിരിക്കണം പരിഗണന നൽകേണ്ടത്, അതായത് മന്ത്രിസ്ഥാനത്തിന്. അതിനിടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ പോയി 1-2 സിനിമയിൽ ഗസ്റ്റ് റോളിലെങ്കിലും അഭിനയിച്ചിട്ട് വരാമെന്ന് കരുതാം. അധിക ദിവസമൊന്നും മന്ത്രിസ്ഥാനത്ത് നിന്നും മാറി നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. കൂടിപ്പോയാൽ 1-2 ദിവസം. കാരണം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയല്ലല്ലോ ജനങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്ത് മന്ത്രിയാക്കിയത്. എന്നാൽ ഇവിടെ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്ന കാര്യമല്ല സുരേഷ് ഗോപി പറയുന്നത്, നായകനായി അഭിനയിക്കുന്ന കാര്യമാണ്. മാസങ്ങൾക്ക് മുൻപേ കമ്മിറ്റ് ചെയ്തിരുന്ന ഒറ്റക്കൊമ്പൻ സിനിമ മുതൽ ഇങ്ങോട്ട് അഭിനയിക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി ലക്ഷ്യമിടുന്നത്. ഏകദേശം 22 സിനിമകൾ തനിക്ക് വേണ്ടി ഒരുങ്ങുന്നുവെന്നും സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ചില കണക്കുകൾ പ്രശ്നം വരുന്നുണ്ട്.
ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ലോക്സഭാ എം പിയുടെ കാലാവധി 5 വർഷമാണെന്ന് പറഞ്ഞുവല്ലോ, അതായത് 60 മാസം. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭ അധികാരത്തിൽ കയറിയിട്ട് 6 മാസമായത് കരുതിക്കോളൂ. ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 60 മാസത്തിൽ നിന്ന് 6 മാസം കുറയ്ക്കാം. 54 മാസം ബാക്കിയുണ്ട്. ഈ 54 മാസം എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 54 ഗുണം 30, 1620 ദിവസം. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. അതായത് മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തില്ലെങ്കിൽ ഇനി 1620 ദിവസം സുരേഷ് ഗോപി ആ സ്ഥാനത്ത് ഉണ്ടാകുമെന്നും കരുതാം. ഇനിയാണ് അടുത്ത കണക്ക്. രാജ്യത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മോളിവുഡ് അഥവാ മലയാള സിനിമാ മേഖല. ഇവിടെ ഒരു സിനിമ പൂർത്തിയായി തിയേറ്ററുകളിൽ എത്താൻ ഏകദേശം 90 മുതൽ 180 ദിവസം വരെ എടുക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും കുറഞ്ഞത് 90 ദിവസവും കൂടിയത് 150 ദിവസവും. അതിലും കൂടുതൽ ദിവസങ്ങളെടുത്ത ചിത്രങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ശരാശരി കണക്കാണ്. മിക്കവാറും മലയാള സിനിമകൾ 90 മുതൽ 150 ദിവസങ്ങൾ വരെ എടുത്താണ് തിയേറ്ററുകളിലെത്തുന്നത്. സിനിമയുടെ ആലോചനകൾ നടക്കുന്ന പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന പ്രൊഡക്ഷൻ, എഡിറ്റിംഗ്, ഡബ്ബിംഗ് തുടങ്ങിയ സംഭവങ്ങൾ നടക്കുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നിങ്ങനെ 3 ഘട്ടങ്ങളായാണ് സിനിമ പൂർത്തിയാകുന്നത്. ഇതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടമെന്ന് പറയുന്നത് ഷൂട്ടിംഗ് നടക്കുന്ന പ്രൊഡക്ഷൻ ഘട്ടമാണ്. മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കാലാവധി ശരാശരി 45 മുതൽ 60 ദിവസം വരെയാണ്. അതേസമയം മെയിൻ കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നവരുടെ ജോലി അവിടം കൊണ്ട് തീരുന്നില്ല. പിന്നെയും ഡബ്ബിങ്ങിന് വേണ്ടി ദിവസങ്ങൾ ചെലവഴിക്കണം. 2 ദിവസം കൊണ്ട് ഡബ്ബിംഗ് തീർക്കുന്നവരുണ്ട്, 5 ദിവസം കൊണ്ട് തീർക്കുന്നവരുണ്ട്, 10 ദിവസം എടുത്താലും തീരാത്തവരുമുണ്ട്. എങ്ങനെയായിരുന്നാലും ഒരു നായക നടന് ഒരു സിനിമയ്ക്ക് വേണ്ടി ശരാശരി 65 ദിവസങ്ങൾ മാറ്റിവയ്ക്കേണ്ടി വരുമെന്ന് നമുക്ക് കരുതാം. ഇനി നമ്മുടെ പഴയ സംഖ്യ എടുക്കുക. അതായത് സുരേഷ് ഗോപിക്ക് ഇനി മന്ത്രിയായി തുടരാൻ പറ്റുന്ന ദിവസങ്ങളുടെ എണ്ണം. നമ്മൾ നേരത്തെ പറഞ്ഞു 1620 ദിവസം. ഈ 1620 ദിവസത്തെ 65 കൊണ്ട് ഹരിച്ചു നോക്കുക. 25 ഉത്തരമായി നമുക്ക് കിട്ടും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ 1620 ദിവസം തുടർച്ചയായി ഒരാൾ സിനിമയിൽ അഭിനയിച്ചാൽ ശരാശരി കണക്കനുസരിച്ച് 25 ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് 22 ചിത്രങ്ങളാണ്. അതായത് 65 ദിവസം വെച്ച് 22 ചിത്രങ്ങളുടെ കണക്കൊന്ന് നോക്കാം. 1430 ദിവസങ്ങളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 22 ചിത്രങ്ങൾ സുരേഷ് ഗോപിക്ക് പൂർത്തിയാക്കണമെങ്കിൽ 1430 ദിവസം തുടർച്ചയായി ജോലി ചെയ്യണമെന്നർത്ഥം. ഇനി മന്ത്രിസഭയുടെ ആകെയുള്ള കാലാവധിയായ 1620 നിന്നും നമ്മൾ ഇപ്പോൾ പറഞ്ഞ 1430 കുറച്ചു നോക്കൂ. 190. അതായത് 190 ദിവസങ്ങൾ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ 22 സിനിമകളിലും കൂടി അഭിനയിച്ച ശേഷം സുരേഷ് ഗോപിക്ക് മന്ത്രിയായി ജോലി ചെയ്യാൻ കഴിയുന്നത് വെറും 190 ദിവസങ്ങൾ മാത്രമാണ്. ഒരു ദിവസം പോലും അവധിയില്ല, വിശ്രമമില്ല, ഇതൊന്നുമില്ലാതെ സിനിമയിൽ അഭിനയിച്ചാൽ മാത്രമേ ഈ പറയുന്ന 190 ദിവസങ്ങൾ കിട്ടുകയുള്ളൂ. ഈ 190 ദിവസങ്ങളിൽ മന്ത്രിയുടെ ചുമതലകൾ മാത്രമല്ല, പാർലമെൻറ്റ് സമ്മേളനം, മറ്റു സർക്കാർ കോൺഫറൻസുകൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ അവധിയും കാര്യങ്ങളും നോക്കി പാർലമെൻറ്റ് സമ്മേളനം ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയും കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് പറഞ്ഞു വന്നത് ഇതാണ്. ഈ 22 സിനിമകളിൽ തനിക്ക് അഭിനയിക്കാനുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് വെറും തള്ളു മാത്രമാണ്. ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല മന്ത്രിയായി ഇരുന്നു കൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല. മന്ത്രി അല്ലെങ്കിൽ കൂടി ഈ 22 സിനിമകൾ 5 വർഷത്തിനകത്ത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. 5 വർഷത്തേക്ക് സിനിമകൾ കരാറാക്കുമോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. 5 വർഷം എന്ന് പറയുന്നത് 5 വയസ്സ് കൂടുന്ന കാര്യമാണ്. നമുക്കൊരു 4 വർഷം കഴിഞ്ഞ് ഈ സിനിമ ചെയ്യാമെന്ന് ഏതെങ്കിലും സംവിധായകനോ നിർമ്മാതാവോ പറയുമോ എന്നുള്ളതാണ് ഇതിനൊപ്പം വരുന്ന ചോദ്യം. സുരേഷ് ഗോപി അത്യാവശ്യം സജീവമായി നിലനിന്ന 2010-2015 കാലയളവിൽ 24 ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അതിൽ 5 ഗസ്റ്റ് കാമിയോ അപ്പിയറൻസുകളുമുണ്ട്. സിനിമാ അഭിനയത്തിന് മാത്രം മുൻതൂക്കം നൽകിയ 5 വർഷത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. അദ്ദേഹം നിലവിൽ മന്ത്രിയാണ്. ഒരുപക്ഷെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാലും അദ്ദേഹം MP ആണ്. മണ്ഡലത്തിലെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ നോക്കണ്ടേ? മനസ്സിലായല്ലോ. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വലിയൊരു ഉത്തരവാദിത്തം ജനങ്ങളെ ഏൽപ്പിച്ച് നൽകിയപ്പോൾ അതിനെ സൈഡിലേക്ക് മാറ്റിവെച്ച് സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ എന്തായിരിക്കും സ്ഥിതി? പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ. ഇതൊക്കെ വെറും കണക്കുകൾ മാത്രമാണ്. ഇങ്ങനെയൊക്കെ നടക്കണമെന്നില്ല, ഇങ്ങനെയൊക്കെ നടക്കുകയുമില്ല. ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിൽ കൂടി ഈ 22 സിനിമകളുടെ കാര്യം വലിയൊരു കള്ളം തന്നെയാണെന്ന് ഉറപ്പിക്കാം. കർഷകർ വയലിൽ കൃഷി ചെയ്തിരിക്കുന്ന മുളക് തൈക്ക് വൈകുന്നേരങ്ങളിൽ പോയി വെള്ളം കോരുന്നൊരു പരിപാടിയുണ്ട്.
അതുപോലെ പെട്ടെന്ന് പോയി വെള്ളം കോരിയിട്ട് വരാനുള്ളൊരു മേഖലയല്ല സിനിമ. ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമുക്ക് പലതും പറയാം. പക്ഷെ പിന്നീട് അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരങ്ങൾ കണ്ടുവച്ചിട്ട് വേണം ആ ജനക്കൂട്ടത്തോട് സംസാരിക്കേണ്ടത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സിനിമാ താരം സുരേഷ് ഗോപി മാത്രമല്ലെന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MP ആണെന്നും എപ്പോഴും ഓർമ്മയിൽ വയ്ക്കേണ്ടതുണ്ട് എന്നർത്ഥം.